ഹലോ ഗായ്സ്, ഇതെൻ്റെ ഫ്രണ്ട് ചന്ദന, ഇത് ഗൗരി. ഇനിയൊരു 3 പേരും കൂടെ ഉണ്ട് കേട്ടോ. വേറൊന്നല്ല, നമ്മളൊരു 6 പേര് ഇന്ന് കറങ്ങാൻ പോകുന്ന വെച്ചിരിക്കുകയാണ്. നമ്മൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ 2022 സെപ്റ്റംബർ സമയത്താണ് ഞാൻ ഇവരെല്ലാവരും കാണുന്നത്. ഈ 5 പേരെയും കാണുന്നത് അപ്പോഴാണ്. ഇപ്പം 3 വർഷം കടന്നു പോയി എന്നുണ്ടെങ്കിലും നമ്മൾ 6 പേര് മാത്രം ഉണ്ടായൊരു നിമിഷം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. മീൻസ് ഒന്നീ കോളേജായിരിക്കും, കോളേജ് ആകുമ്പം ക്ലാസ് കട്ട് ചെയ്യുന്നല്ലാതെ ക്ലാസ് കട്ട് ചെയ്യുമ്പോൾ വേറെ ആരെങ്കിലും കാണും. പക്ഷെ നമ്മൾ 6 പേരായിട്ട് ഈ 3 വർഷം പഠിച്ചെങ്കിലും ഇതുവരെ ഒരു ട്രിപ്പിന് പോവോ കറങ്ങാൻ പോവോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ കോളേജ് തീർന്നെങ്കിലും ആ ഒരു സ്വപ്നം നമ്മൾ കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ചിരുന്ന നിമിഷമാണ് നമ്മൾ 6 പേരും കൂടെ ചേർന്ന് എവിടെയെങ്കിലും ഒന്ന് പോകും. ദൂരെയൊന്നുമല്ല, ജസ്റ്റ് അടുത്താണെങ്കിലും നമ്മൾ 6 പേര് മാത്രമായിട്ട് എവിടെയെങ്കിലും ഒന്ന് പോകണമെന്ന് കേട്ടോ. അങ്ങനെ ആ ദിവസം വന്നു ഗൈസ്. നമ്മൾ കൊട്ടിയം ഡ്രീംസ് മോളിലെ സിനിമയ്ക്ക് പോകാൻ പറഞ്ഞിരിക്കുകയാണ്. സിനിമയും കഴിഞ്ഞ് ഒരു ഡേ ഫുള്ള് സ്പെൻഡ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് പിടിയാന്ന് വിചാരിച്ചു. അപ്പോൾ ഡ്രീംസ് മോൾ എത്തി. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും, അത് ഫിദ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു മുമ്പേ പോയിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാവർക്കും ഡ്രീംസ് മോള് കേട്ടിട്ടുണ്ടെങ്കിലും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ചെന്നപ്പം ഞാൻ വിചാരിച്ചൊക്കെ വലുതായിരുന്നു ഗൈസ്. ആക്ച്വലി ഒരു മിനി ലുലുവും ഹൈപ്പർ മാർട്ടും എല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ 4 പേര് ഒരുമിച്ചാണ് വന്നത്. അതിനകത്ത് 2 പേർക്ക് ബസ് കിട്ടില്ല. അപ്പോൾ അടുത്ത ബസ് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയം കൂടെ നമ്മൾ അകത്ത് കയറി ഫുഡൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് മീൻസ് കടലച്ചെല്ലോ വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ ലുലു ഡെയിലി കയറി കടലച്ചും സ്പ്രിംഗ് റോളൊക്കെ വാങ്ങിച്ചു, വെള്ളവും വാങ്ങിച്ച് മുകളിൽ പോയി ഇരുന്ന് കഴിച്ചു കേട്ടോ. അത് കഴിച്ച് കഴിഞ്ഞ് അവിടെ ഇരുന്നപ്പോൾ തന്നെ 2 പേര് അടുത്തത് വന്നു കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ നേരെ ടിക്കറ്റ് എടുത്ത് മണ്ടേ പോയി സിനിമ കാണാൻ പോയി. ഓക്കെ, നമ്മളിന്ന് ദിലീപിൻ്റെ പ്രിൻസാണ് കേട്ടോ കാണാൻ പോകുന്നത്. അപ്പം തിയേറ്ററിൽ ചെന്നപ്പോഴത്തേനും അവിടെ അധികം ആളൊന്നും ഇല്ലായിരുന്നു. കുറച്ച് അങ്ങും കുറച്ച് ആൾക്കാരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സിനിമ തുടങ്ങി. ഫസ്റ്റ് ഹാഫ് നല്ല കോമഡി ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ചിരിക്കും, നല്ലോണം എൻജോയ് ചെയ്തു. ഇൻ്റർവെൽ കഴിഞ്ഞപ്പോഴത്തേനാണ് സിനിമേൻ്റെ ഫുൾ ഇതിങ്ങ് മാറിയത്. നല്ല ഇമോഷണലായിരുന്നു. അപ്പോഴത്തേനാണെങ്കിൽ എനിക്ക് ചെറുതായിട്ട് കണ്ണീരൊക്കെ ഇങ്ങനെ വരുന്ന സമയത്താണ് ഞാൻ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് നോക്കിയത്. അപ്പോൾ എല്ലാവരും കരഞ്ഞ് ഒലിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു സമാധാനമായി. ഇപ്പം ഞാൻ മാത്രം എല്ലാം കഴിഞ്ഞ് കാണാം, അല്ലെങ്കിൽ എന്നെ എല്ലാവരും കൂടെ കളിയാക്കത്തില്ലേ. അപ്പോഴത്തേന് സംഭവം സിനിമ അടിപൊളിയായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ സിനിമ. ഇൻ്റർവെല്ലിന് ഇറങ്ങി ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് പോപ്കോണൊന്നും വാങ്ങാൻ നിന്നില്ല. കാരണം നമുക്ക് വയറ് കാലിയാക്കി ഇടണം. കാരണം അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാവുള്ളല്ലേ. അതുകൊണ്ട് നമ്മൾ കോഫിയിൽ മാത്രം ഒതുങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ സിനിമ കണ്ട് ഇറങ്ങി. സെക്കൻഡ് ഹാഫിൻ്റെ സമയത്ത് നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല. കാരണം നമ്മൾ സിനിമയിൽ അത്ര ഇതായിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. സിനിമ കഴിഞ്ഞു, ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീണ്ടും ലുലു ഡെയിലിയിലോട്ടാണ് കേട്ടോ പോയത് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പലരും പല ഫുഡാണ് എടുത്തത്. ഞാൻ ലെമൺ റൈസും ചിക്കൻ എടുത്തു, പിന്നെ നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഫുഡ് എടുത്തത്. പിന്നെ നമ്മൾ 2 കുപ്പി വെള്ളവും പിന്നെ ഒരു മഷ്റൂമിൻ്റെ ഗോബി മഷ്റൂം ആയിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഫുഡും വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വാഷ്റൂമിൽ പോയി 2-3 ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇനിയും ഒരുപാട് ട്രിപ്പുകൾ ഇങ്ങനെ പോകാനൊക്കെ സാധിക്കട്ടെ. അറിയില്ല ഇനി എപ്പോഴാണ് കാണുന്നതെന്നോ അങ്ങനെയൊന്നും അറിയില്ല. ഇനി ഒരു വെള്ളിയാഴ്ച നമുക്ക് കോളേജിൽ പോകണം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് ഇനി എത്രയെങ്കിലും നാൾ കഴിഞ്ഞിട്ടായിരിക്കുമെന്ന് തോന്നുന്നു. ഭാഗ്യമുണ്ടെങ്കിൽ വീണ്ടും ഉടനെ തന്നെ കാണാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഈ ഫ്രണ്ട്ഷിപ്പ് ലാസ്റ്റ് വരെ കാണുമെന്ന് ആഗ്രഹമൊക്കെയുണ്ട്, എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇന്നത്തെ ഡേ ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.